മുന്നറിയിപ്പില്ലാതെ വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് പുളിച്ചുപോയ ആട്ടിയ മാവ് തലയിൽ ഒഴിച്ച് പ്രതിഷേധിച്ച് സംരംഭകൻ. ഇളമ്പള്ളൂർ വേലുത്തമ്പി നഗറിൽ ആട്ടുമിൽ നടത്തുന്ന കുളങ്ങരക്കൽ രാജേഷ് ആണ് കുണ്ടറ KSEB ഓഫീസിന് മുന്നിൽ ആട്ടിയ മാവിൽ കുളിച്ച് പ്രതിഷേധിച്ചത്. ദോശമാവാട്ടി കവറുകളിൽ ആക്കി കടകളിൽ വിൽപ്പന നടത്തുന്ന ജോലിയാണ് രാജേഷിൻ്റേത്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മുതൽ 3 വരെയാണ് വൈദ്യുതി മുടങ്ങുമെന്ന് അറിയിച്ചതെങ്കിലും രാവിലെ 9:30 മുതൽ 10:30 വരെ തുടരെ വൈദ്യുതി തടസ്സപ്പെട്ടു. പിന്നീട് 11 മണിയോടെ വൈദ്യുതി പൂർണ്ണമായും നിലച്ചു. ഇതോടെ രാജേഷ് പകുതി മാത്രം ആട്ടിവെച്ച മാവ് പാക്ക് ചെയ്യാനാകാതെ പുളിച്ച് ഉപയോഗശൂന്യമാവുകയായിരുന്നു. തുടർന്നാണ് രാജേഷ് ഉച്ചയ്ക്ക് 2 മണിയോടെ KSEB ഓഫീസിലെത്തി പ്രതിഷേധിച്ചത്. ഉച്ചയ്ക്ക് 1 മണിക്ക് മുൻപ് മാവ് കടകളിൽ കൊടുക്കുന്നതിനായി രാവിലെ 6 മുതൽ ആരംഭിച്ച ജോലിയാണെന്നും 10,000 രൂപയുടെ നഷ്ടമുണ്ടായതായും രാജേഷ് പറയുന്നു. പ്രതിഷേധവുമായി KSEBയിൽ എത്തിയപ്പോഴാണ് തനിക്ക് 11 മണി മുതൽ വൈദ്യുതി മുടങ്ങുമെന്ന മെസ്സേജ് ലഭിച്ചതെന്ന് രാജേഷ് പറയുന്നു. KSEB ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കും പോലീസിലും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് രാജേഷ്. എന്നാൽ ട്രാൻസ്ഫോമർ അടിയന്തരമായി മാറ്റേണ്ടി വന്നതിനാലാണ് വൈദ്യുതി മുടങ്ങിയതെന്ന് കുണ്ടറ സെക്ഷൻ സബ് എഞ്ചിനീയർ പറഞ്ഞു. ഉപഭോക്താക്കൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയതായും ഫോണിൽ അയച്ച മെസ്സേജ് ലഭിക്കാൻ വൈകിയതാകുമെന്നും സബ് എഞ്ചിനീയർ പ്രതികരിച്ചു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.